അസ്സലാമലൈക്കും. ഹായ് ഹലോ. ഇന്നത്തെ നമ്മുടെ ബ്ലോഗിലോട്ട് വീണ്ടും എല്ലാവർക്കും സ്വാഗതം കേട്ടോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? നമ്മളിവിടെ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പോകുന്നുണ്ട്. അങ്ങനെ നോമ്പ് 12 കഴിഞ്ഞിരിക്കുകയാണ് അല്ലേ. ചൂടാണെങ്കിലും നോമ്പ് പോകുന്നതിൻ്റെ ആ ഒരു സ്പീഡ് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അപ്പം എന്തായാലും നമ്മൾ നോമ്പ് ഫസ്റ്റിലാണ് കട്ട്ലറ്റ് കാര്യങ്ങൾക്കൊക്കെ മിക്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇന്ന് ഞാൻ കുറച്ചുകൂടി ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കിഴങ്ങും ചിക്കനൊക്കെ ഒന്ന് പുഴുങ്ങാൻ വേണ്ടിയിട്ട് കുക്കറിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളിയും കറിവേപ്പിലയും ഇഞ്ചി വെളുത്തുള്ളി പീസൊക്കെ ഇട്ടിട്ടൊന്ന് വഴറ്റിയും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് പൊടികളായിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പതിവ് പോലെ തന്നെ നമ്മുടെ ചിക്കൻ മസാല 2 സ്പൂൺ ചേർത്തെടുത്തിട്ടുണ്ട്, കുരുമുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി, മുളക് പൊടി 1 സ്പൂണ്, ഉപ്പ് ആവശ്യത്തിന് കേട്ടോ. പിന്നെ ഇതാ 2 സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്, കാശ്മീരി ചില്ലി പൗഡർ ആയതുകൊണ്ട്. പിന്നെ ബാലൻസ് ടേസ്റ്റ് ഒക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് ഇച്ചിരി ടൊമാറ്റോ കെച്ചപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ മിക്സ് നമുക്കിവിടെ പൊട്ടാറ്റോ ഞാൻ ഉടച്ച് വെച്ചിട്ടുണ്ട്, അതിലോട്ട് ചേർത്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിലോട്ട് തന്നെ ചിക്കൻ വേവിച്ച് ഞാൻ മിക്സിയുടെ ജാറിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആവശ്യത്തിനുള്ള ചിക്കനും ആഡ് ചെയ്ത് കൊടുത്തു. ബാക്കി ഞാൻ ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ. പിന്നെ പിറ്റേ ദിവസം നമുക്ക് എന്തെങ്കിലുമൊക്കെ പലഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഇതിലോട്ട് ആവശ്യമുള്ള കുറച്ച് മസാലപ്പൊടികളും അതുപോലെ ഉപ്പും ചേർത്തെടുത്തിട്ടുണ്ട്. മസാലപ്പൊടി പറയാൻ മാത്രമൊന്നുമില്ല, ഗരം മസാലയും കുരുമുളക് പൊടിയും മാത്രമേ ഉള്ളൂ കേട്ടോ. ഒരു പാത്രത്തിലോട്ട് മാറ്റി അങ്ങ് അടച്ചു വെക്കാം. നെക്സ്റ്റ് നമുക്കിത് എന്താ പറയുക, നമ്മുടെ കട്ട്ലറ്റിൻ്റെ ഷേപ്പ് ആക്കി എടുക്കണം. ഞാനിവിടെ ബ്രെഡ് ക്രംസ് ഉണ്ടാക്കി ഒരു എഗ്ഗ് ബീറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് കട്ട്ലറ്റ് അതിൻ്റെ ഷേപ്പിനാക്കിയിട്ട് നമുക്ക് ചുട്ടെടുക്കാം. ഇത്രയേ ഉള്ളൂ കട്ട്ലറ്റിൻ്റെ പരിപാടി അല്ലേ. അപ്പോൾ നിങ്ങളുടെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ പറയുക, എങ്ങനെ പോകുന്നു നോമ്പ് പറയുക, ഇന്നത്തെ നോമ്പിൻ്റെ സ്പെഷ്യൽ എന്താന്ന് പറയാം. ഞാൻ ഭയങ്കര സ്പെഷ്യലുകളൊന്നും പ്രാവശ്യം ഉണ്ടാക്കിയിട്ടില്ല, എല്ലാവർക്കും കിട്ടുന്ന സാധനങ്ങൾ തന്നെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടും കൂടിയാണ് കേട്ടോ അതൊന്നാമത് അങ്ങനെ ആക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇത് അറബിക് ഡിഷുകളൊക്കെ കുറേ കണ്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ എല്ലാവർക്കും കിട്ടണം എന്നൊന്നുമില്ലല്ലോ, എനിക്കും അതെല്ലാം കിട്ടണം എന്നില്ലല്ലോ. ഓക്കെ, അപ്പോൾ പറ്റുന്ന പോലെയൊക്കെ വെറൈറ്റി കൊണ്ടുവരാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതാ കട്ട്ലറ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം കേട്ടോ. സമയമാകുമ്പോൾ ഫ്രൈ ചെയ്തിട്ട് എടുത്താൽ മതി, ഇല്ലെങ്കിൽ ആ ക്രിസ്പിയൊക്കെ അങ്ങ് പോയി കിട്ടും. അങ്ങനെ നമ്മൾ പാല് വന്നു, വേഗം പാലൊക്കെ ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇന്ന് ജ്യൂസായിട്ട് ഞാൻ തണ്ണിമത്തൻ കൊണ്ട് ഒരു ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ചു. തണ്ണിമത്തനൊക്കെ ഒന്ന് വേഗം ക്ലീനാക്കി തൊലി കളഞ്ഞ് ക്ലീനാക്കി എടുക്കും. ഈ നോമ്പിന് ഞാൻ ആകെ ഒരു പ്രാവശ്യം മുഹബത്ത് കാ സർബത്ത് ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ, പിന്നെ ഉണ്ടാക്കിയിട്ടില്ല. അപ്പം എന്തായാലും ഇത് നമുക്കൊരു റീഫ്രഷിങ് ഡ്രിങ്ക് ആക്കാമെന്ന് വിചാരിച്ചു. ഞാൻ അതിലോട്ട് കുറച്ച് പുതിന, പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച എല്ലാ തണ്ണിമത്തനും, അതിലോട്ട് ഒരു പകുതി നാരങ്ങയുടെ നീരും, മധുരത്തിന് വേണ്ടി ഞാൻ ഇച്ചിരി സർബത്താണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. മധുരം ഇല്ലാണ്ട് കുടിക്കണതാണ് നല്ലത്. പിന്നെ നോമ്പൊക്കെ ആയിട്ട് ഇച്ചിരി ഷുഗറൊക്കെ ഒന്ന് എനർജി കിട്ടാൻ അകത്ത് പോയാലും പ്രശ്നമൊന്നും ഇല്ല കേട്ടോ. അപ്പം ഞാൻ മധുരം ഇങ്ങനെ ഉണ്ട് ഇല്ല എന്നുള്ള രീതിയിലേ ഉള്ളൂ കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ ഇച്ചിരി സർബത്ത് ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കുക, അല്ലെങ്കിൽ ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മുടെ സ്ഥിരം കഞ്ഞി വന്നിട്ടുണ്ടായിരുന്നു, അതും കൂടെ ഒന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി കഞ്ഞിയെല്ലാം എടുത്ത്, ഇതാണിപ്പോൾ എൻ്റെ മെയിൻ ആഹാരം എന്ന് പറയുന്നത്, ഒരു ഗ്ലാസ് കഞ്ഞി. ഞാൻ പറഞ്ഞല്ലോ അല്ലേ ഇന്നലെ ഞാൻ എത്രത്തോളം വെയിറ്റ് ലോസ് ആയിട്ടുണ്ട് എന്നുള്ളത്. പക്ഷേ 10-12 ദിവസം കൊണ്ട് അത്രയും ആക്കുന്നത് അത്ര വലിയ നല്ല കാര്യമൊന്നുമല്ല. എന്നാലും ഈ നോമ്പിന് നമ്മൾ അതും കൂടെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സെറ്റല്ലേ. എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണം കേട്ടോ, അത് മാത്രമല്ല. പിന്നെ ഞാൻ സർബത്ത് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചു. ഇനി നമ്മുടെ സ്ഥിരം ഫ്രൂട്ട് കട്ടിങ് പരിപാടികളൊക്കെയാണ് കേട്ടോ. അതൊക്കെ ഒന്ന് വേഗം കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ സ്ഥിരം പാത്രങ്ങളിലാക്കി വെക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇവിടെ മുന്തിരി ഇതൊക്കെ ഇന്നലെ തന്നെ റെഡിയാക്കിയിട്ട് ഒരു പാത്രത്തിൽ അടച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും എടുക്കണം. പിന്നെ ഒരു ആപ്പിളും കൂടെ കട്ട് ചെയ്തെടുക്കണം. ഒരു ആപ്പിൾ തന്നെ ധാരാളം മതി കേട്ടോ, ഇതന്നെ ചിലപ്പോൾ ഫുള്ള് കഴിയൂല. അങ്ങനെയാണ് കേട്ടോ ആപ്പിളിൻ്റെയൊക്കെ അവസ്ഥ. പക്ഷെ ആപ്പിൾ ഇല്ലാണ്ടോട്ട് ശരിയാവില്ല. ഒരു 3-4 വിധം ഫ്രൂട്ട് എനിക്കിങ്ങനെ കാണണം ടേബിളിൽ, എന്നാലേ ഉള്ളൂ കേട്ടോ. പണ്ടൊക്കെ ഈ 3-4 വിധം എണ്ണപ്പലഹാരം കാണണം എന്ന് പറയുന്ന പോലെ ഇപ്പൊ 3-4 വിധം ഫ്രൂട്ടാണ് കേട്ടോ എനിക്ക് കാണേണ്ടത്. അപ്പൊ അതും കട്ട് ചെയ്ത് അങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട്. ഡേറ്റ്സ് ഇങ്ങനെ ഓപ്പൺ ആക്കിയപ്പം അത് കേട് വന്നിട്ടുണ്ട്, അതങ്ങ് കളഞ്ഞു കേട്ടോ. പിന്നെ അടുത്തടുത്തു ഈ റമദാനിന് ആദ്യമായിട്ടാണ് എനിക്ക് 2 ഡേറ്റ്സ് കേട് വന്നത് കിട്ടിയത്. ഇതുവരെ ഡേറ്റ്സ് കേട് വരാണ്ടിരുന്നപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. ഇത്രയും രൂപ കൊടുത്തിട്ട് നമ്മൾ ഡേറ്റ്സ് മേടിച്ചിട്ട് കേട് വന്നിട്ടില്ലല്ലോ.
ഓക്കെ നല്ലത് എന്നും പറഞ്ഞിട്ടിരിക്കായിരുന്നു. നോക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് എവിടുന്നേലൊക്കെ മേടിക്കുകയാണെങ്കിൽ ഒരു 10 എടുത്താലത്തെ 2 ഡേറ്റ്സും കേട് വന്നിട്ടുണ്ടാവും കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ എന്തായാലും അത് ഓപ്പൺ ആക്കി അതിൻ്റെ ഉള്ളിൽ നല്ലതാണോ എന്ന് നോക്കിയിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് കഴിച്ചാൽ മതി. ഓപ്പൺ ആയിട്ട് വെക്കുന്ന ഡേറ്റ്സ് എന്തായാലും ഡേറ്റ്സ് കഴുകണം. എത്ര പാക്കിംഗ് ആണെങ്കിലും കഴുകണം കേട്ടോ. അത് വേറെ കാര്യം. കഴിക്കുമ്പോൾ അങ്ങനെ നമ്മൾ ഇത് നേരത്തെ ഞാൻ ഉണ്ടാക്കിയതാണ്. നമ്മുടെ വീഡിയോ ഒക്കെ കുറച്ച് ലെങ്ത് കുറവായതുകൊണ്ട് ഞാൻ ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇട്ടതാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ ഇതാ കസ്റ്റാർഡ് ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ. നോമ്പിന് കസ്റ്റാർഡ് ഇഷ്ടപ്പെട്ട ആൾക്കാരുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണേ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഇങ്ങനത്തെ ഈ വിശപ്പും ദാഹവും ഒരുമിച്ച് പമ്പ കടത്തുന്ന ഐറ്റംസ് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. ഞാൻ ഉണ്ടാക്കാത്ത ഐറ്റംസ് ആണെങ്കിൽ റെസിപ്പി പറഞ്ഞു തരിക. അപ്പോൾ ഞാൻ നെക്സ്റ്റ് വ്ളോഗിൽ ഉണ്ടാക്കുക. അതേപോലെ നിങ്ങളുടെ നാട്ടിലുള്ള എന്തെങ്കിലുമൊക്കെ പൊരിച്ച കടികൾ ഉണ്ടാവില്ലേ, അതിൻ്റെ റെസിപ്പിയും പറഞ്ഞു തന്നോ. ഈ കല്ലുമ്മക്കായ അങ്ങനത്തെ ഒന്നും വേണ്ട കേട്ടോ. നമുക്ക് അതൊന്നും വലിയ താല്പര്യമല്ല. അതെന്താണെന്ന് അറിയില്ല, അത്ര വലിയ താല്പര്യമില്ല കേട്ടോ. പിന്നെ ഈ കല്ലുമ്മക്കായ, പിന്നെ കടുക്കേ അങ്ങനെ എന്തൊക്കെയില്ലേ അതുകള്. അങ്ങനെ സീ ഫുഡിൽ ഞാൻ പിന്നെ ഇഷ്ടപ്പെട്ട് കഴിക്കണ ചെമ്മീന്, കൂന്തൾ, ഇത് മാത്രമാണ് കേട്ടോ. വേറൊന്നും വലിയ ഇഷ്ടമൊന്നുമില്ല. അങ്ങനെ നമ്മളിതാ വേഗം ഇതൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്ത് അവിടെ മാറ്റി വെക്കുക. തണുപ്പ് ഇത് ശരിക്കും പറഞ്ഞാൽ നോമ്പ് തുറന്നിട്ട് കഴിക്കാൻ ഭയങ്കര ഒരു അടിപൊളി സംഭവമാണിത്. നമ്മൾ കസ്റ്റാർഡിന് പകരം റാഗി പൗഡർ എടുത്താലും ടേസ്റ്റ് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു കേട്ടോ, എനിക്ക് അറിയില്ല. പിന്നെ ഇന്ന് നമ്മള് ഓയിൽ ഐറ്റം, പിന്നെ ഉപ്പയും പുറത്ത് പോയിരുന്നു. അയ്യോ നാക്കുളുക്കുന്നു. വന്നപ്പോൾ ഇതുപോലെ ഉഴുന്നുവട വാങ്ങിയിരുന്നു. പക്ഷെ ഇത് അത്ര ടേസ്റ്റ് ഇല്ല, നല്ല എരിവുണ്ട്, ഭയങ്കര കട്ടി, സോഫ്റ്റ് ഇല്ല കേട്ടോ. അപ്പോൾ ഇവര് എന്തൊക്കെയോ മാവുകളൊക്കെ എക്സ്ട്രാ മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കഴിക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. വെറും ഉഴുന്നിൽ മാത്രമല്ല അത് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പൊ അതൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ എല്ലാ ഐറ്റംസുകളും ഒന്ന് കൊണ്ടുവയ്ക്കുക. കട്ട് ചെയ്തതും ഡേറ്റ്സും വെള്ളം എടുക്കാനുള്ള ഗ്ലാസും പ്ലേറ്റും അങ്ങനത്തെ എല്ലാ ഐറ്റംസും കൊണ്ടുവച്ച ശേഷം നെക്സ്റ്റ് പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പൊരിച്ച ഐറ്റംസുകളൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് അതിൻ്റെ ചൂടൊക്കെ അറിയപ്പോൾ ഞാൻ പാനിൽ വെച്ചിട്ട് ഒന്നുകൂടെ ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി എല്ലാം വിളമ്പുക, സമയമാകുമ്പോൾ ഇരുന്ന് കഴിക്കുക, അത്രയൊക്കെ തന്നെ. എന്നും ഒരേപോലെ തോന്നുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക കേട്ടോ. നമ്മുടെ ഇത് കഴിയണവരൊക്കെ ഏകദേശമൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. എന്നാലും നമ്മുടെ റെസിപ്പികളൊക്കെ ചേഞ്ച് ആകുന്നുണ്ടല്ലോ. അപ്പൊ ഇന്നത്തെ നമ്മുടെ നോമ്പുതുറ സ്പെഷ്യലുകളൊക്കെ ഇതൊക്കെ ആയിരുന്നു. നല്ല ഉഴുന്നുവട, കട്ടിയുള്ള എറിഞ്ഞ പൊട്ടാത്ത ഉഴുന്നുവട, പിന്നെ ഫ്രൂട്ട്, പിന്നെ കട്ട്ലറ്റ്, സമൂസ, നമ്മുടെ തണ്ണിമത്തൻ ജ്യൂസ്, പിന്നെ നമ്മുടെ സർബത്ത്, വെള്ളം, അങ്ങനത്തെ പല ഐറ്റംസ്. അയ്യോ വായടിച്ച് ഞാൻ ഒരു ഗതിയായി. ഓക്കെ, നമുക്ക് കാര്യമായിട്ട് ക്വസ്റ്റ്യനും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, കമന്റ് ഒന്നും. അതുകൊണ്ടാണ് ഞാൻ കമന്റ് വായിക്കാണ്ടിരുന്നത്. ഒത്തിരി ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മളെ ഷോപ്പ് എവിടെയെന്നുള്ളത് പിന്നെ ചോദിക്കുന്നുണ്ടായിരുന്നു. മണ്ണാർക്കാട് കല്ലടി കോളേജിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരികയാണ്. പെരുന്നാൾ എന്തായാലും അങ്ങോട്ട് വരുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരുപാട് ഡ്രസ്സ് ഉണ്ട്. എനിക്ക് വീഡിയോ അത്രയും ദൂരം പോയി എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഭയങ്കര സങ്കടമുണ്ട്. അല്ലെങ്കിൽ ഞാൻ ഡെയിലി അപ്ഡേറ്റ് ചെയ്യുമായിരുന്നു കേട്ടോ എൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴി. ഇനി നോക്കട്ടെ, വീക്ക്ലി 2 എങ്കിലും നോമ്പ് കഴിഞ്ഞിട്ട് എനിക്ക് പോകാൻ പറ്റുന്ന രീതിയിലാക്കി എടുക്കണം. കാരണം ബിസിനസ് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ശരിയാവൂല എന്നുള്ളതും മെന്റലി ഇങ്ങനെ ആയിക്കൊണ്ട് വരുന്നുണ്ട്. ഇത്രയും നല്ലൊരു പ്ലാറ്റ്ഫോം എനിക്ക് എൻ്റെ കയ്യിലുണ്ടായിട്ട് ഞാൻ ബിസിനസ് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അതെന്റെ മാത്രം പ്രശ്നമായി വരും പിന്നീട് ഭാവിയിൽ. അപ്പൊ ഞാൻ നോക്കാന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. മാക്സിമം ഒന്നുമില്ലേ തിങ്കൾ ശനി അങ്ങനെ വീക്കെൻഡിലോ അല്ലെങ്കിൽ വീക്ക് ഡേയ്സിലോ ഏതെങ്കിലും 2 ഡേ കൺഫേം ചെയ്തിട്ട് സെറ്റ് ആക്കാന്ന് വിചാരിച്ചിട്ടാണ്. ഏതെങ്കിലും 2 ഡേ സെറ്റ് ആക്കിയിട്ട് ഓക്കെ ആക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ നോമ്പുതുറ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയായിരുന്നു. 3 എണ്ണക്കടിയൊന്നും ഉണ്ടാക്കാറില്ല, 2 ഉള്ളൂ ഉണ്ടാക്കാറ്. പിന്നെ ഒന്ന് മേടിച്ചിട്ട് വന്ന കാരണം 3 ആയതാണ് കേട്ടോ. അപ്പൊ അതെല്ലാം ഓരോന്ന് എടുത്തിട്ടുണ്ട്. അങ്ങനെ കഞ്ഞിയും കുടിച്ചു. കഞ്ഞിയും കട്ട്ലറ്റ്, കഞ്ഞി, സമൂസ, കഞ്ഞി കുടിച്ചിട്ട് ഒരു പീസ് ഇത് കടിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇത്രയുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്. നമ്മുടെ യൂട്യൂബ്, FB, ഇൻസ്റ്റയൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്.